നമസ്കാരം. ഞാൻ ഡോക്ടർ അനിൽ. ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിലുള്ള CSIR, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിലുള്ള വിവിധ ലബോറട്ടറികളിൽ ഒരെണ്ണമായ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂർ, ഇത് മൈസൂരിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അവിടെ നിലവിലുള്ള ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്നീ സ്ഥിരം തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. CSIRന്റെ കീഴിലുള്ള CFTR, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈസൂരിലേക്കാണ് ഈ വേക്കൻസികൾ. അഡ്വർടൈസ്മെന്റ് നമ്പർ എന്നുള്ളത് 2/2025 എന്നുള്ളതാണ്. ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും https:/recruitment.cftri.res.i എന്ന സൈറ്റ് ലഭ്യമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 2025 ഏപ്രിൽ 7 മുതൽ മെയ് 7 വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അതിന്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ജൂലൈയിലേക്ക് ഡൗൺലോഡ് ചെയ്യും. ഫൈനൽ റിസൾട്ട് ജൂലൈ 2025 പബ്ലിഷ് ചെയ്യും എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. താല്പര്യമുള്ളത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ. പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 3 കാറ്റഗറി ഉണ്ട്. ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ജനറൽ 4 വേക്കൻസി, ജൂനിയർ സെക്രട്ടേറിയറ്റ് F&A 4 വേക്കൻസി, ജൂനിയർ സെക്രട്ടേറിയറ്റ് S&P 2 വേക്കൻസി, അങ്ങനെ 10 വേക്കൻസികളാണുള്ളത്. ഇതിലേക്കുള്ള ശമ്പളം 19,900 മുതൽ 63,000 രൂപ എന്ന സ്കെയിലാണ്. തുടക്ക ശമ്പളം 36,220 രൂപ മൈസൂരിൽ ലഭിക്കും. 28 വയസ്സുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയും. രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്നുള്ളതാണ്. അതിന്റെ 6 പോസ്റ്റുകളാണുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ 4ാമത്തെ ലെവലുള്ള അപ്പോയിന്റ്മെന്റ്. അതിൽ 25,500 മുതൽ 81,100 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം 47,415 രൂപ ലഭിക്കും. 27 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എലിജിബിലിറ്റി കണ്ടീഷൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പോസ്റ്റാണ്. അതിലേക്ക് വേണ്ട യോഗ്യത എന്നുള്ളത് 12ാം ക്ലാസ് പാസ്സായിരിക്കുക. അതുപോലെ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നല്ല ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കുക. അതാണ് അതിനുവേണ്ട യോഗ്യത. അതാണ് അതിനുവേണ്ട അടിസ്ഥാന യോഗ്യത. അതിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റും ഹിന്ദിയിൽ 30 വേർഡ്സ് പെർ മിനിറ്റും സ്പീഡ് ഉണ്ടായിരിക്കണം. അതുപോലെ +2 പകരം ഡിപ്ലോമ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവരാണ് ഇവരെ +2 ഇക്വലന്റ് ആയിട്ട് കൂട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർമാരുടെയാണ്. അതിനുവേണ്ടി യോഗ്യതയും 12ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം സ്റ്റെനോഗ്രാഫിയിലുള്ള പ്രൊഫഷൻസിയാണ് ഇതിനുവേണ്ട അടിസ്ഥാന യോഗ്യത എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഡിക്റ്റേഷൻ 10 മിനിറ്റിൽ ഇംഗ്ലീഷില് ഹിന്ദിയിൽ പറയുന്ന സ്പീഡിൽ 80 വേർഡ്സ് പെർ മിനിറ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് ഹാൻഡിലും ഒക്കെ ചെയ്യാനുള്ള പരിചയം ഉണ്ടായിരിക്കണം. അതാണ് അതിന് വേണ്ട റിക്വയർമെന്റ് എന്നുള്ളത്. അപ്പൊ 12ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ലാസ്റ്റ് ഡേറ്റ് 2025 മെയ് 7 എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റ് ആയ https:/www.cftri.res.i എന്ന സൈറ്റിൽ പബ്ലിഷ് ചെയ്യാൻ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഇടയ്ക്ക് ഈ സൈറ്റ് സന്ദർശിക്കുക. എല്ലാ അപ്ഡേഷനൊക്കെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കും. അപ്പർ ഏജ് ലിമിറ്റിലെ SC/ST കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ജൂനിയർ സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടി ആദ്യം എലിജിബിൾ ആയിട്ടുള്ളവരെയൊക്കെ ഒരു സ്ക്രീനിങ് കമ്മിറ്റി സെലക്ട് ചെയ്യുന്ന ഒരു സ്ക്രീൻ ചെയ്തതിന് ശേഷം അവരെ ഒരു ഓപ്പൺ റിട്ടൺ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും ടൈപ്പിംഗ് പ്രൊഫഷണൽസി ടെസ്റ്റ് നടത്തുക. 2 പേപ്പർ ഉണ്ടായിരിക്കും റിട്ടൺ ടെസ്റ്റിനായിട്ടുള്ളത്. ഇതിന്റെ സിലബസും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. അതിനുശേഷമായിരിക്കും സ്കിൽ ടെസ്റ്റ് ഉള്ളതും മെറിറ്റിൽ തയ്യാറാക്കുന്നത്. ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണെന്നുണ്ടെങ്കിലും അവർക്കും ഇതുപോലെ സ്റ്റെനോഗ്രാഫിയുള്ള പ്രൊവിഷൻസ് വേണം. അതിന്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ക്വാളിഫൈ ചെയ്താൽ മതിയാവുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. റിട്ടേൺ ടെസ്റ്റ് ഒരു OMR ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ ജനറൽ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അത് സ്റ്റെനോഗ്രാഫർ എന്ന പോസ്റ്റിലേക്ക് സ്റ്റെനോഗ്രാഫിയുള്ള പ്രൊവിഷൻസി ടെസ്റ്റ് ആയിരിക്കും. നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന കാര്യം ഇവിടെ നോക്കുക. ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ https:/cftri.res.i എന്ന സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് https:/recruitment.cftri.res. എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. മറ്റു മോഡിലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷാ ഫീസ് നിങ്ങൾ
ഓൺലൈനായിട്ട് അടയ്ക്കണം. എന്നാൽ SC ST ഡിസബിലിറ്റി ഉള്ളവരും വനിതാ കാൻഡിഡേറ്റ്സും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സും ഫീസ് കൊടുക്കാൻ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുവാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിരുന്നു. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2025 മെയ് 7 എന്ന കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. താല്പര്യമുള്ളവരെ https:/recruitment.cftra.res.in എന്ന സൈറ്റ് വഴി അപേക്ഷിക്കുക. താങ്ക് യു.